പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഫെബ്രുവരി 6, ഇക്കഴിഞ്ഞ ജനുവരി 6-നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ നൽകിയ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി വന്നത്. അതിനുശേഷം ഇന്ന് ഫെബ്രുവരി 6-ന് ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഇന്ന് അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീലിൽ മേൽ ജഡ്ജി ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശങ്ങളും ആ വാദത്തിനിടയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നടത്തിയ പരാമർശങ്ങളുമാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് വളരെ മനോവ്യഥയോടുകൂടിയും മനോവിഷമത്തോടുകൂടിയുമാണെങ്കിലും എനിക്ക് പറയാതെ വയ്യ. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിനെയും പൊതുസമൂഹത്തെയും പൊതുമണ്ഡലത്തെയും ചതിച്ചു എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഇത് ലജ്ജാകരമായി പോയി എന്നാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. തൻ്റെ ഭർത്താവ് നവീൻ ബാബുവിൻ്റെ മരണകാരണം കണ്ടുപിടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നായിരുന്നല്ലോ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നമ്മളോട് പറഞ്ഞിരുന്നത്. അതൊക്കെ കേട്ട് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ അത് മുഴുവൻ വിശ്വസിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഏതാണ്ടൊരു 50-ലധികം വീഡിയോകൾ, ഞാൻ ഏതാണ്ട് 1600 വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തൊരു വിഷയം ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏതാണ്ട് 50-ലധികം വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു. ആ ചെയ്ത സമയത്തെല്ലാം എനിക്കുണ്ടായിരുന്ന ഒരു ശക്തി എന്നൊരു ഊർജം എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായവരെ കണ്ടുപിടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള അവരുടെ പ്രസ്താവനയായി. പലതവണ അവർ വളരെ ഒരു സാധു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ അവരെ സ്വയം അവതരിച്ച വന്ന സമയത്തെല്ലാം തന്നെ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ മരണത്തിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് മരണത്തിൻ്റെ കാരണം തെളിയിക്കുന്നതിന് വേണ്ടി മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ സന്ധിയില്ലാ സമരം ചെയ്യുമെന്നും അതിനേതറ്റം വരെ താൻ പോകും എന്നും ആണ് മഞ്ജുഷ പറഞ്ഞത്. അതായിരുന്നു എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഒരു ഊർജം, ഒരു ശക്തി. പക്ഷേ നിർഭാഗ്യവശാൽ മഞ്ജുഷ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ മാത്രമല്ല, മഞ്ജുഷയുടെ വിഷയത്തിൽ മഞ്ജുഷയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയിരുന്ന പൊതുമണ്ഡലത്തെ ഉൾപ്പെടെ ചതിച്ചു, വഞ്ചിച്ചു എന്നാണ് ഇന്ന് ഈ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വാദം നടന്ന സമയത്ത് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തിൽ ഏതാണ്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ കേസ് വരുന്നത് PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 2 ന്യായാധിപന്മാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോയിൽ കാര്യകാരണ സഹിതം പറഞ്ഞു, ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കാനേ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അംഗീകരിക്കില്ല എന്നുറപ്പുള്ള സാഹചര്യത്തിൽ മഞ്ജുഷ സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറെടുക്കണം എന്നാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഹൃദയഭേദകമായി പോയി. അത് കോടതിയുടെ പരാമർശങ്ങളല്ല. കോടതി എന്താ ചോദിച്ചെന്നറിയാമോ? ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നു, ഈ വിഷയത്തിൽ ചാനലിൽ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ മഞ്ജുഷയുടെ ബന്ധുവും ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അനിൽ P. നായർ ഞാൻ വിളിച്ചു. അദ്ദേഹം ഒഴിഞ്ഞു മാറാനാണ് എൻ്റെ അടുത്ത് ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കോടതിയിലില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണോ നടന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അഴകുഴമ്പൻ സമീപനമാണ് എന്നോട് എടുത്തത്.
ഞാനിപ്പോൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വരുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു അഭിഭാഷകൻ ഹാജരാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിന് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ, ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെയായി സംസാരിക്കാനായിട്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ എന്ന് ഞാൻ അനിൽ പി നായരോട് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറെടുക്കണമെന്ന് സാറിൻ്റെ ആവശ്യം വന്നാൽ എന്നെ അറിയിക്കാം എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് തന്നെ അദ്ദേഹം എന്നോട് നേരത്തെ CBI വക്കീലയുടെ അഭിഭാഷകനായിരുന്നു എസ് ശ്രീകുമാർ ആയിരിക്കും തങ്ങളുടെ അഭിഭാഷകൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് ഈ കേസ് വാദത്തിന് വന്നപ്പോൾ കോടതിയിൽ എന്താ സംഭവിച്ചെന്നറിയാം? ഞാൻ എൻ്റെ ഒരു പത്രപ്രവർത്തക സുഹൃത്ത്, അദ്ദേഹം ആ കോടതിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന മറുപടി ഇങ്ങനെയാണ്: നവീൻ ബാബുവിൻ്റെ മരണം, CBI അന്വേഷണത്തിൻ്റെ ആവശ്യം എന്തെന്ന് ഡിവിഷൻ ബെഞ്ച്. അതാണ് ആദ്യത്തെ പരാമർശം. CBI അന്വേഷണത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് ഡിവിഷൻ ബെഞ്ച്. അതങ്ങനെ വരൂ എന്ന് എനിക്കറിയാമായിരുന്നുകൊണ്ടാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഈ CBI അന്വേഷണം ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് കാലേകൂട്ടി പറഞ്ഞത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ കേരള ഹൈക്കോടതിക്ക് ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നത്, അണ്ടർലൈൻ ചെയ്ത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറയുന്നു. ഈ കേരളത്തിലെ ഇന്നത്തെ ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതിനുള്ള ആർജവം ഇന്ന് ഹൈക്കോടതിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനന്ന് പറഞ്ഞ അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CBI അന്വേഷണത്തിൻ്റെ ആവശ്യം എന്തെന്ന് ഡിവിഷൻ ബെഞ്ച്. എന്തിനാണ് പോലീസിൻ്റെ അന്വേഷണത്തെ അവിശ്വസിക്കുന്നത് എന്ന് കോടതി ചോദിച്ചൊന്നും കേട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അതിനൊന്നും കേരള ഹൈക്കോടതിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ കൂടുതൽ കടത്തി പറയുന്നില്ല, കഴിയില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയതും എന്നെ ഞെട്ടിച്ചതും എനിക്ക് ലജ്ജാകരവുമായി തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? CBI അന്വേഷണത്തിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിക്കുമ്പോൾ CBI അന്വേഷണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരുന്ന മഞ്ജുഷയുടെ അഭിഭാഷകൻ അവിടെ പറഞ്ഞതായി ആ കോടതിയിൽ ആ വാദം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിൻ്റെ മാധ്യമപ്രവർത്തകൻ എനിക്ക് അയച്ചു തന്ന കമൻറ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, CBI അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം. ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതലയിൽ നിയോഗിക്കണം. എങ്ങനെയുണ്ട്? CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യത്തിൽ നിന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷ അല്ലെങ്കിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പിന്നോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, മഞ്ജുഷയുടെ അഭിഭാഷകൻ പറയുകയാണ്, ഞങ്ങൾക്ക് CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും മതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും. എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കും. ഇതിന് മഞ്ജുഷ മറുപടി പറയണം. ഇത് മഞ്ജുഷയുടെ അഭിപ്രായമാണോ അതോ മഞ്ജുഷയുടെ അനുവാദമില്ലാതെ അഭിഭാഷകൻ പറഞ്ഞതാണോ? അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഞ്ജുഷയുടെ അനുവാദമില്ലാതെ അഭിഭാഷകൻ ഇത് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം മഞ്ജുഷയുടെ അനുവാദത്തോടു കൂടിയാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഈ വാദം ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വെച്ചതെങ്കിൽ മഞ്ജുഷ പൊതുമണ്ഡലത്തെയും സമൂഹത്തെയും ചതിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം ഭർത്താവായിട്ടുള്ള നവീൻ ബാബുവിനെയും മഞ്ജുഷ ചതിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മഞ്ജുഷയുടെ ആരുമല്ല, എനിക്ക് മഞ്ജുഷയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രം. പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ 50-ലധികം വീഡിയോ ചെയ്ത ഒരാളാണ്. ഞാൻ പറയുന്നു, ഇത് വലിയ ചതിയായിപ്പോയി, ഇത് ലജ്ജാകരമായി പോയി. ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ശക്തമായി CBI അന്വേഷണം ആവശ്യപ്പെടേണ്ടിയിരുന്നവർ പറയുകയാണ് ക്രൈംബ്രാഞ്ച്. എവിടുത്തെ ക്രൈംബ്രാഞ്ചാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അന്വേഷണം മോശം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എന്തൊരു അബദ്ധമാണിത്. പോലീസ് അന്വേഷിച്ച് കേസ് ഞങ്ങളുടെ പോലീസ് കൊള്ളില്ല, ക്രൈംബ്രാഞ്ച് നല്ലതാണെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ മണ്ടന്മാരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഇനി ഈ മഞ്ജുഷയും ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഈ കേസിൽ CBI അന്വേഷണം ഒരു കാരണവശാലും കേരളത്തിലെ സർക്കാരും CPM-ഉം അംഗീകരിക്കില്ല. അതിൽ ആരും സംശയവുമില്ല. അതൊരു പക്ഷേ സാധുക്കളായതുകൊണ്ട് ചിലപ്പം മഞ്ജുഷയ്ക്കും മഞ്ജുഷയുടെ സഹോദരനും മഞ്ജുഷയുടെ ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർക്കൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾക്കറിയാം. കഴിയില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇന്നത്തെ കേരള ഹൈക്കോടതിക്ക് കഴിയില്ല. സിംപ്ലി സ്പീക്കിംഗ്
ദേ ആർ ഇൻകേപ്പബിൾ. കേരള ഹൈക്കോടതി, ഞാൻ പ്രത്യേകിച്ച് ഒരു ജഡ്ജിനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം അംഗീകരിക്കില്ല. ഈ ഡിവിഷൻ ബെഞ്ച് എന്ന് ചോദിച്ചിരിക്കുകയാണ്, എന്തിനാണ് CBI അന്വേഷണം? CBI അന്വേഷണം എന്തിനാണ് പോലീസിനെ അവിശ്വസിക്കുന്നത് എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയാണ്. അതാണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഹൃദയഭേദകമായി പോയി മഞ്ജുഷയുടെ ഈ പിന്നോട്ടടി, ഈ പിന്നോട്ട് പോക്ക്, ഈ റിട്രീറ്റ് എന്ന് പറയാതെ വയ്യ. ഞാൻ വിശ്വസിച്ചിരുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യം മഞ്ജുഷ ശക്തമായി ആവശ്യപ്പെടുമെന്നും അത് ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചില്ലെങ്കിൽ നീതിക്ക് വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തുന്നതിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിലേക്ക് പോയി അവിടെയും ഈ CBI അന്വേഷണം ആവശ്യപ്പെടും മഞ്ജുഷ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മഞ്ജുഷ കീഴടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. മഞ്ജുഷ തൻ്റെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാനുള്ള, തൻ്റെ ഭർത്താവിൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാനുള്ള മഞ്ജുഷയുടെ യാത്ര അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. മഞ്ജുഷ പിണറായി വിജയൻ്റെ മുന്നിലും ഈ ഭരണകൂടത്തിന് മുന്നിലും CPMൻ്റെ മുന്നിലും കീഴടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതേറ്റവും ഹൃദയഭേദകമാണ് എന്ന് പറയാതെ വയ്യ. മഞ്ജുഷയ്ക്ക് വേണ്ടി വാദിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, പൊതുസമൂഹത്തിൽ ജനങ്ങളുണ്ട്, എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് അടിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ നിന്ന് മഞ്ജുഷ പിന്മാറിയത് എന്ന് പറയാൻ ഞാൻ നിർബന്ധിതരാവുകയാണ്. CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യത്തിൽ നിന്ന് മഞ്ജുഷ തന്നെ പിന്നോട്ട് പോവുകയാണ്. എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ചു. എന്നിട്ട് ക്രൈംബ്രാഞ്ച്, ഏത് ക്രൈംബ്രാഞ്ച്? പിണറായിയുടെ ക്രൈംബ്രാഞ്ചോ? പിണറായിയുടെ ക്രൈംബ്രാഞ്ചാണ്. കണ്ണൂർ പാർട്ടിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇനി നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയവരുടെ സത്യങ്ങൾ പുറത്തു വരുമെന്നാണോ മഞ്ജുഷ കരുതിയിരിക്കുന്നതെങ്കിൽ മഞ്ജുഷ ഈ പറഞ്ഞ പോലെ മൂഢ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ മനോവ്യഥയോടുകൂടിയാണെങ്കിലും എനിക്ക് പറയാതെ വയ്യ. മഞ്ജുഷ നവീൻ ബാബു, സ്വന്തം ഭർത്താവായിട്ടുള്ള നവീൻ ബാബുവിനെയും പൊതുമണ്ഡലത്തെയും പൊതുസമൂഹത്തെയും ചതിച്ചു എന്നും ഇത് ലജ്ജാകരമാണ് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ തൻ്റെ അനുവാദമില്ലാതെയാണ് തൻ്റെ അഭിഭാഷകൻ ഈ വാദം ഉന്നയിച്ചത് എന്ന് മഞ്ജുഷ പൊതുമണ്ഡലത്തോട് പറയേണ്ടി വരും. പക്ഷെ അതങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ മഞ്ജുഷയുടെ ബന്ധുവായിട്ടുള്ള അനിൽ P. നായരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു മാറാനാണ് എൻ്റെ അടുത്ത് ശ്രമം. ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം എന്തുകൊണ്ട് കോടതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സിംഗിൾ ബെഞ്ചിൻ്റെ വാദം നടക്കുമ്പം അദ്ദേഹം ആ കോടതിയിലുണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹം കോടതിയിൽ പോലും പോയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നു എന്നാണ് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എന്തിനാണ് വൈകാരികമാകുന്നത്, വക്കീൽ സാർ എന്തിനാണ് വൈകാരികമാകുന്നത് എന്നാണ് അനിൽ P. നായർ ചോദിക്കുന്നത്. പക്ഷേ വൈകാരികമായി വിഷയങ്ങളെ കാണുന്ന പൊതുപ്രവർത്തകരും ഈ പൊതുമണ്ഡലത്തിലും പൊതുസമൂഹത്തിലുമുണ്ട് എന്ന് അനിൽ P. നായർ മനസ്സിലാക്കണം. ആകെ 2-3 പ്രാവശ്യമേ ഞാൻ മഞ്ജുഷയോട് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ 50-ലധികം വീഡിയോകൾ ചെയ്തതാണ്. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉൾവിളി കൊണ്ട്, മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉരുണ്ടുവരുന്ന വികാരങ്ങളുടെ പ്രകടനം എന്നുള്ള നിലയിലാണ് ഞാൻ ഇത്രയും വീഡിയോകൾ ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവരെ എല്ലാം സമരമുഖത്ത് നിർത്തിയിട്ട് സമരം നയിക്കുന്നയാൾ പിന്തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യമാണിത് എന്ന് എനിക്ക് പറയാതെ വയ്യ. അതുകൊണ്ട് മഞ്ജുഷ എടുത്ത ഈ നടപടി ഇത് ലജ്ജാകരമാണ് എന്നാണ് എനിക്ക് മഞ്ജുഷയോട് എല്ലാ ബഹുമാനത്തോടും കൂടി സൂചിപ്പിക്കാനുള്ളത്.